സ്വഹീഹുൽ ബുഖാരി ദർസ് 102 കിതാബുൽ വുദൂ വുദൂ സംബന്ധിച്ച കിതാബ്. അടുത്ത അധ്യായം ബാബു ഇൽത്തിമാസിൽ വദൂഇ ഇദാ ഹാനത്തി സ്വലാത്തു. ബാബു അധ്യായം ഇൽത്തിമാസ് തേടൽ, ത്വലബ്, അന്വേഷിക്കുക. അൽ വദൂഇ വുദൂഇനുള്ള വെള്ളം. വദൂ രണ്ടും പറഞ്ഞതാണ്. വദൂ എന്ന് പറഞ്ഞാൽ വുദൂഇനുള്ള വെള്ളമാണ്. ഇദാ ഹാനത്തി സ്വലാത്തു ഇദാ ഖറുബത്തി സ്വലാത്തു, നിസ്കാരം അടുത്താൽ, നിസ്കാര സമയം അടുത്താൽ വുദൂഇന് വെള്ളം അന്വേഷിക്കുന്നത് സംബന്ധിച്ച അധ്യായം. നേരത്തെ തന്നെ വുദൂ എടുത്ത് വെക്കൽ നിർബന്ധമില്ല. നിസ്കാര സമയം അടുക്കുമ്പോൾ അപ്പോൾ വുദൂഇനുള്ള വെള്ളം അന്വേഷിച്ചാൽ മതി. നേരത്തെ തന്നെ അന്വേഷിച്ച് വുദൂ എടുത്ത് വെക്കുന്നത് നല്ലതാണ്, എന്നാൽ നിർബന്ധം ഇല്ല എന്നതാണ് ഈ ടൈറ്റിൽ കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നത്. വഖാലത്ത് ആയിഷത്തു. ഇനി മറ്റൊരു താരീഖ് പറയാണ്. ഇത് പൂർണ്ണമായ സ്ഥലത്തോടു കൂടി ഇവിടെ കൊടുത്തിട്ടില്ല, പക്ഷെ മറ്റിടങ്ങളിൽ സ്വഹീഹ് ബുഖാരി തന്നെ വന്നിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഹദറത് സുബ്ഹ്, സുബ്ഹ് നമസ്കാരം ആസന്നമായി. ഫൽതുമിസൽ മാഉ, അപ്പോൾ വെള്ളം അന്വേഷിക്കപ്പെട്ടു, വെള്ളം അന്വേഷിച്ചു. ഫലം യൂജദ്, അപ്പോൾ കാണപ്പെട്ടില്ല, കണ്ടെത്താനായില്ല. ഫനസലത് തയമ്മും, അപ്പോൾ തയമ്മുമിന്റെ ആയത്ത് അവതരിച്ചു. ഇനി ഈ താരീഖായിട്ട് കൊടുത്തിട്ടുള്ള ഹദീസ് പൂർണ്ണ രൂപത്തിൽ വന്നത് ഒരു രൂപ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് വായിക്കാം. അൻ ആയിഷത റളിയല്ലാഹു അൻഹാ, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം. സഖതത് ഖിലാദത്തുൻ ലി ബിൽ ബൈദാഇ വനഹ്നു ദാഖിലൂന അൽ മദീന. എൻ്റെ ഒരു ഖിലാദ, ഒരു മാല വീണുപോയി. ബിൽ ബൈദാഇ, ബൈദാ എന്ന സ്ഥലത്ത്. വനഹ്നു ദാഖിലൂന അൽ മദീന, ഞങ്ങൾ മദീനയിലേക്ക് പ്രവേശിക്കുമ്പോൾ ബൈദാ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ആണ്. ഫഅനാഹ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വനസല. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഒട്ടകത്തെ മുട്ടുകുത്തി, അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ താഴെ ഇറങ്ങി. ഫസന റഅസഹു ഫി ഹജ്രി, അപ്പോൾ എൻ്റെ മടിയിൽ, ഹജ്ർ എന്ന മടി, ലാപ്പ്, മടിയിൽ അവിടുത്തെ തല വെച്ചു. റാഖിദൻ, ഉറങ്ങിയവനായ അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തല വെച്ച് ഉറങ്ങി. അഖ്ബല അബൂബക്കറിൻ, ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു മുന്നോട്ട് വന്നു, അതായത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിതാവ്. ഫലകസനി ലക്സതൻ ശദീദതൻ, അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്നെ ഒരു ഇടി ഇടിച്ചു, അല്ലെങ്കിൽ ഒരു കുത്തി, ശക്തമായിട്ട് ഉള്ള ഒരു കുത്ത് അല്ലെങ്കിൽ ഇടി. വഖാല, എന്നിട്ട് ആയിഷ അബൂബക്കർ റളിയല്ലാഹു അൻഹു പിതാവ് പുത്രിയോട് ആയിഷ റളിയല്ലാഹു അൻഹ ഇങ്ങനെ പറഞ്ഞു, ഹബസ്തി അന്നാസ ഫി ഖിലാദത്തിൻ, നിന്റെ ഒരു മാലയുടെ വിഷയത്തിൽ നീ ജനങ്ങളവിടെ പിടിച്ചു വെച്ചു. എന്ന് പറഞ്ഞാൽ ഈ മാല പോയതുകൊണ്ടാണല്ലോ ജനങ്ങൾ ഇവിടെ യാത്ര തടഞ്ഞു നിർത്തപ്പെടേണ്ടി വന്നത്, മാല അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഹദീസുൽ ഇഫ്ക് എന്ന് പറയുന്ന ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച ആരോപണം ഉണ്ടായ ആ വിഷയമല്ല, ഇത് മറ്റൊരു സംഭവമാണ്. ഫബി അൽ മൗതു ലി മകാനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖദ് ഔജഅനി. അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്നെ വേദനിപ്പിച്ചിരുന്നു, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മക്കാൻ, ഒരു സ്ഥാനം ഭയന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് മരണത്തോളം വേദന, അല്ലെങ്കിൽ ശക്തമായ വേദന ഉണ്ടായിട്ടും ഞാൻ ഒന്നും പ്രതികരിച്ചില്ല, അല്ലെങ്കിൽ മാറിയില്ല അവിടുന്ന്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ മടിയിലാണല്ലോ. ഇന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തൈഖള, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർന്നു. വഹദറത്തി സുബ്ഹ്, സുബ്ഹ് ആസന്നമായി, സുബ്ഹ് നമസ്കാരത്തിന് സമയമായി. അവിടെ മുതലാണ് ഇവിടെ താരീഖിൽ കൊടുത്തിട്ടുള്ളത് ബുഖാരി റഹ്മഹുല്ലാഹ്. ഫൽതുമിസൽ മാഉ, അപ്പോൾ വെള്ളം അന്വേഷിക്കപ്പെട്ടു, വെള്ളം അന്വേഷിച്ചു. ഫലം യൂജദ്, വെള്ളം കാണപ്പെട്ടില്ല, വെള്ളം കണ്ടെത്താനായില്ല. ഫനസലത്, അപ്പോൾ അവതരിപ്പിച്ചു. അവതരിച്ചു? യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖുംതും ഇലസ്വലാത്തി ഫഗ്സിലു വുജൂഹക്കും എന്ന് തുടങ്ങുന്ന ആയത്ത്. അതിൽ തയമ്മുമിന്റെ കാര്യവും പറയുന്നുണ്ട്. സൂറത്തുൽ മാഇദയിൽ 6-ാമത്തെ ആയത്ത്. ഫഖാല ഉസൈദ് ഇബ്നു ഹുദൈർ, അപ്പോൾ ഉസൈദ് ഇബ്നു ഹുദൈർ എന്ന സ്വഹാബി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ലഖദ് ബാറകല്ലാഹു ലിന്നാസി ഫീക്കും യാ ആല അബൂബക്കർ, ഓ അബൂബക്കറിന്റെ കുടുംബമേ, ജനങ്ങൾക്ക്
അള്ളാഹു അനുഗ്രഹം ചെയ്തിരിക്കുന്നു നിങ്ങളുടെ വിഷയത്തിൽ. കാരണം നിങ്ങളുടെ കാരണമായിട്ടാണ് പല അനുഗ്രഹങ്ങളും ഈ സമൂഹത്തിന്, ഈ ഉമ്മത്തിനുണ്ടായത്. ഇവിടെ തേമമിന്റെ ആയത്ത് അവതരിക്കാൻ ഒരു പശ്ചാത്തലം, ഒരു കാരണം ഇതാണല്ലോ, ഈ ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. മാ അന്തും ഇല്ലാ ബറകത്തല്ലഹും, നിങ്ങൾ അവർക്ക്, അതായത് മുസ്ലിം ഉമ്മത്തിന് അനുഗ്രഹമല്ലാതെ മറ്റൊന്നും അല്ല, അനുഗ്രഹമാണ് എന്നർത്ഥം. ഈ സൂറത്തു അൽ മാഇദയിലെ 6-ാമത്തെ ആയത്ത് പൂർണ്ണമായ രൂപത്തിൽ നമുക്ക് നോക്കാം. നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതാണ്. يا أيها الذين آمنوا إذا قمتم إلى الصلاة فاغسلوا وجوهكم وأيديكم إلى المرافق وامسحوا برؤوسكم وأرجلكم إلى الكعبين وإن كنتم جنبا فاطهروا وإن كنتم مرضى أو على سفر أو جاء أحد منكم من الغائط أو لامستم النساء فلم تجدوا ماء فتيمموا صعيدا طيبا فامسحوا بوجوهكم وأيديكم منه ما يريد الله ليجعل عليكم من حرج ولكن يريد ليطهركم وليتم نعمته عليكم لعلكم تشكرون യാ അയ്യുഹല്ലദീന ആമനൂ, വലിയ സത്യവിശ്വാസികളെ, ഇദാ ഖുംതും മിന സ്വലാത്തി, നിങ്ങൾ നിസ്കാരത്തിന് നിന്നാൽ, നിസ്കാരത്തിന് നിന്ന് കഴിഞ്ഞിട്ടല്ല, നിസ്കാരത്തിന് തയ്യാറെടുത്താൽ, ഫൗസിലു വുജൂഹക്കും, നിങ്ങൾ നിങ്ങളുടെ മുഖങ്ങളെ കഴുകൂ. അതായത് വുളു എടുക്കുന്ന കാര്യം പറയാം. ഐദിയക്കും, നിങ്ങളുടെ കൈകളെ, മിനൽ മറാഫിഖി, കൈകൾ മുട്ടുവരെ, കൈമുട്ടുകൾ വരെ. വംസഹു ബിറുഊസിക്കും, നിങ്ങൾ നിങ്ങളുടെ തല തടവുകയും ചെയ്യുക, തലയിൽ നിന്ന് തടവും. വഅർജുലക്കും ഇലൽ കഅബൈൻ, നിങ്ങളുടെ കഅബൈൻ, നെരിയാണികൾ വരെ നിങ്ങൾ നിങ്ങളുടെ കാലുകളെ കഴുകുകയും ചെയ്യുവീൻ. ഇൻകുന്തും ജുനുബൻ, നിങ്ങൾ ജനാബത്തുള്ളവർ, വലിയ അശുദ്ധിയുള്ളവരാണെങ്കിൽ, ഫത്തഹറു, അപ്പോൾ നിങ്ങൾ കുളിച്ച് ശുദ്ധീകരിക്കുവീൻ. വഇൻകുന്തും മർദാ, നിങ്ങൾ രോഗികളാണെങ്കിൽ, ഔ അലാ സഫരിൻ, അല്ലെങ്കിൽ യാത്രയിലാണെങ്കിൽ, ഔ ജാഅ അഹദും മിൻകും മിനൽ ഗായിത്തി, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കാഷ്ടിച്ചു അല്ലെങ്കിൽ മലമൂത്ര വിസർജനത്തിന് പോയി എങ്കിൽ, ഔ ലാമസ്തുമുൻ നിസാഅ, അല്ലെങ്കിൽ നിങ്ങൾ സ്ത്രീകളെ സ്പർശിച്ചു, സ്ത്രീ സ്പർശനം ഉണ്ടായി എങ്കിൽ, ഫലം തജിദൂ മാഅൻ, എന്നിട്ട് നിങ്ങൾക്ക് വെള്ളം കണ്ടെത്താനായില്ല, ഫതയമ്മമു, അപ്പോൾ നിങ്ങൾ തയമ്മം ചെയ്യുക, സ്വഈദൻ ത്വയ്യിബ, അതായത് ശുദ്ധമായ ഭൂമി, അതായത് ശുദ്ധമായ മണ്ണ് ഉപയോഗിച്ചിട്ട് തയമ്മം ചെയ്യുക. വെള്ളം കിട്ടാത്ത അവസ്ഥ, യാത്രക്കാണ്, അപ്പോ അല്ലെങ്കിൽ രോഗിയാണ്, വെള്ളമുണ്ട് പക്ഷെ ഇത് പിന്നെ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, തയമ്മം ചെയ്യുക. ഇതാണ് ഇവിടെ തയമ്മമിന്റെ വിഷയം പറയുന്നു എന്ന് പറഞ്ഞത്. ആ തയമ്മം ചെയ്യുന്ന ഫംസഹു ബിവുജൂഹിക്കും വഅയ്ദീകും മിൻ, ആ മണ്ണ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മുഖങ്ങളും കൈകളും തടവുക എന്നതാണ്. മാ യുരീദുല്ലാഹു ലിയജ്അല അലൈക്കും മിൻ ഹറജിൻ, നിങ്ങൾക്കൊരു ഹറജ്, ഒരു പ്രയാസം ഉണ്ടാക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. വലാകിൻ യുരീദു ലിയുത്വഹിറകും, പക്ഷെ അവൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ ശുദ്ധീകരിക്കാനാണ്. വലിയുതിമ്മ നിഅമതഹു അലൈക്കും, നിങ്ങൾക്കുമേൽ അവന്റെ അനുഗ്രഹം, നിഅമത്ത് പൂർത്തീകരിക്കാനുമാണ് അവൻ ഉദ്ദേശിക്കുന്നത്. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായേക്കാം, അല്ലെങ്കിൽ നന്ദിയുള്ളവരാക്കുന്നതിന് വേണ്ടി. ഇനി നമ്മൾ പറയുന്നത് ഈ അധ്യായത്തില് മുസ്നദായിട്ട് വന്നിട്ടുള്ള ഹദീസ്, സനദ് പൂർണ്ണമായിട്ട് കൊടുത്തിട്ടുള്ള ഹദീസ്. ഹദീസ് നമ്പർ 169. حدثنا عبد الله بن يوسف قال أخبرنا مالك عن إسحاق بن عبد الله بن أبي طلحة عن أنس بن مالك رضي الله عنه എന്ന സ്വഹാബിയിൽ നിന്നുള്ള നിവേദനം, അന്നഹു ഖാല, അദ്ദേഹം പറഞ്ഞു, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹാനത്ത് സ്വലാത്തുൽ അസ്ർ, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരിക്കൽ ഞാൻ കണ്ടു. വഹാനത്ത് സ്വലാത്തുൽ അസ്ർ, അസ്ർ നിസ്കാരം അടുത്തൊരു സന്ദർഭമായിരുന്നത്. അസ്ർ നിസ്കാരത്തിന് സമയമായിട്ടുണ്ട്, സമയം അടുത്തിരിക്കുന്നു. ഫൽതമസന്നാസു അൽ വദൂഅ, അപ്പോൾ ജനങ്ങൾ വുളു എടുക്കാനുള്ള വെള്ളം അന്വേഷിച്ചു. ഫലം യജിദൂഹു, അങ്ങനെ ജനങ്ങൾക്ക് കണ്ടെത്താനായില്ല. ഫഉതിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിവദൂഇൻ, അപ്പോൾ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവരപ്പെട്ടു വദു, അതായത് കുറച്ച് വെള്ളം, വദു എന്ന് പറഞ്ഞാൽ വുളു എടുക്കാനുള്ള വെള്ളം,
അത് ഒരാൾക്ക് വെള്ളം ഉദു എടുക്കാനുള്ള വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ദാലിക്കൽ ഇനാഇ, അപ്പോൾ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വെള്ളപാത്രത്തിൽ ഇനായിൽ വെച്ചു, യദഹു അവിടുത്തെ കൈ ആ വെള്ളത്തിൽ വെച്ചു, അമറന്നാസ അൻ യതവദ്ദഉ മിൻഹു, എന്നിട്ട് ആ വെള്ളത്തിൽ നിന്ന് ഉദു എടുക്കാൻ എല്ലാവരോടും അതിൽ നിന്ന് ഉദു എടുക്കാൻ പറഞ്ഞു എന്നതാണ്. ഖാല അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തുടർന്ന് പറയാണ്, ഫറഅയ്തുൽ മാഅ, അപ്പോൾ ഞാൻ വെള്ളത്തെ കണ്ടു, യംബു മിൻ തഹ്തി അസ്വാബിഇഹി, അവിടുത്തെ വിരലുകളുടെ താഴ്ഭാഗത്ത് നിന്ന് വെള്ളം നിർഗളിക്കുന്നതായിട്ട്, വെള്ളം ഉറവ പൊട്ടി വരുന്നതായിട്ട് ഞാൻ കണ്ടു. ഹത്താ തവദ്ദഉ മിൻ ഇൻദി ആഖിരിഹിം, അവിടുത്തെ അടുത്തുള്ള അവരുടെ അവസാനത്തെ ആള് എന്ന് പറഞ്ഞാൽ എല്ലാവരും വുദു എടുത്ത് തീരുന്നത് വരെ ആ വെള്ളം അങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരലുകളുടെ ഇടയിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നു. അപ്പൊ ഒരു ഇത്തിരി വെള്ളം ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ എല്ലാവർക്കും വുദു എടുക്കാൻ വെള്ളം ഉണ്ടായി എന്നതാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്ത് ആണ്. ഇത് നിരവധി സ്വഹാബികൾ സാക്ഷിയായ ഒരു സംഭവമാണ്. ഒരിക്കലും നിഷേധിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്, മുഅ്ജിസത്ത് ആണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായ ഈ മുഅ്ജിസത്ത്, മൂസാ നബി അലൈഹിസ്സലാം വടിപാറയിൽ അടിച്ചപ്പോൾ വെള്ളം പൊട്ടിപ്പുറപ്പെട്ട സംഭവത്തെക്കാൾ മഹത്തായ മുഅ്ജിസത്താണ് എന്ന് പണ്ഡിതന്മാര് പറഞ്ഞതായിട്ട് കാണാം. കാരണം എന്താ, ശരീരത്തിൽ നിന്ന് ശുദ്ധമായ ഉറവ പൊട്ടുക എന്നത് സാധാരണ പ്രകൃതമല്ലല്ലോ. എന്നാൽ പാറയിൽ നിന്ന് ഉറവ പൊട്ടുക എന്ന് പറഞ്ഞാൽ ഇത് സാധാരണയാണ്. പക്ഷെ മൂസാ അലൈഹി സ്വലാം വടി കൊണ്ട് അടിച്ചപ്പോ ആ സ്പോട്ടിൽ പെട്ടെന്ന് 12 ഉറവകൾ പൊട്ടുകേണ്ടത്, അത് അത്ഭുതം തന്നെയാണ്, മുഅ്ജിസത്ത് തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ വലിയ മുഅ്ജിസത്താണ് ഈ ഒരു മുഅ്ജിസത്ത് എന്താണ് പണ്ഡിതന്മാര് സംബന്ധിച്ച് വിശദീകരിക്കുന്നത്. സൂറത്ത് അൽ ബഖറ 2ാമത്തെ സൂറത്ത്, അതിൽ 74ാമത്തെ ആയത്ത് ശ്രദ്ധിക്കാം. ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة وإن من الحجارة لما يتفجر منه الأنهار وإن منها لما يشقق فيخرج منه الماء وإن منها لما يهبط من خشية الله وما الله بغافل عما تعملون ثم قست قلوبكم, പിന്നെ നിങ്ങളുടെ ഹൃദയങ്ങൾ കഠിനമായി, മിൻ ബഅദി ദാലിക, അതിനുശേഷം, ഫഹിയ, ആ ഹൃദയങ്ങൾ, കൽ ഹിജാറത്തി, പാറകളെ പോലെയായി, പാറയെ പോലെയായി, ഔ അശദ്ദു ഖസ്വ, അല്ലെങ്കിൽ പാറയേക്കാൾ കഠിനമായി പോയി നിങ്ങളുടെ ഹൃദയങ്ങൾ. കാരണം എന്താണ് പാറയേക്കാൾ കഠിനമായി ഹൃദയങ്ങൾ എന്ന് പറയാൻ കാരണം? ഹിജാറത്തിന്റെ കേസിൽ, പാറയുടെ കേസിൽ പോലും ഇന്ന മിനൽ ഹിജാറത്തി, നിശ്ചയം പാറയുടെ കൂട്ടത്തിലുണ്ട്, അല്ലെങ്കിൽ പാറകളുടെ കൂട്ടത്തിലുണ്ട്, ലമയതഫജ്ജറു മിൻഹുൽ അൻഹാർ, അത് പൊട്ടിപ്പിളർന്നിട്ട് അതിൽ നിന്ന് നദികൾ പൊട്ടിയൊഴുകുന്നു. അങ്ങനത്തെ പാറകളുണ്ട്. അപ്പൊ പാറകൾ പോലും നിർമ്മലമാണ്, പക്ഷെ നിങ്ങളുടെ ഹൃദയങ്ങൾ അതിനേക്കാൾ കടുത്തു പോയിരിക്കുന്നു. ഇന്ന മിൻഹാ, നിശ്ചയം ആ പാറകളുടെ കൂട്ടത്തിലുണ്ട്, ലമയശഖഖു, പൊട്ടിപ്പിളരുന്ന പാറകളുണ്ട്, മറ്റു പൊട്ടിയൊഴുകുന്നത്, പൊട്ടിപ്പിളരുന്ന പാറകളുണ്ട്. ഫയഖ്റുജു മിൻഹുൽ മാ, എന്നിട്ട് പൊളിഞ്ഞിട്ട് പൊട്ടി വിടർന്നിട്ട് ആ പാറ, അതിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരുന്നു, ലാവയൊക്കെ പുറത്തു വരുന്നു. അതുപോലെ നദികൾ പുറത്തു വരുന്ന, നേരത്തെ പറഞ്ഞു, നദികൾ ഒഴുകുന്നു. പല നദികളുടെയും ഉത്ഭവ സ്ഥാനം എന്ന് പറയുന്നത് പാറകളായിരിക്കുമല്ലോ. ഇനി വഇന്ന മിൻഹാ, നിശ്ചയം ആ പാറകളുടെ കൂട്ടത്തിലുണ്ട്, ലമയഹ്ബിതു, ഉതിർന്ന് താഴേക്ക് വീഴുന്നവ, മിൻ ഖശ്യത്തില്ലോ, അള്ളാഹുവിനോടുള്ള ഖശ്യത്ത്, ഭയം നിമിത്തം. വമല്ലാഹു, അല്ലാഹു അല ബിഗാഫിലിൻ, അശ്രദ്ധനല്ല, അമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച്. ഇനി മൂസാ നബി അലൈഹിസ്സലാം വടി കൊണ്ട് പാറയിൽ അടിക്കാൻ പറഞ്ഞപ്പോ അതേ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞ എന്താണ്? ഫംഫജറത് മിൻഹു ഇസ്നതാ അശ്റത ഐന, അപ്പോൾ ആ പാറയിൽ നിന്ന് 12 ഉറവകൾ പൊട്ടി.